ഈ സോഡയ്ക്ക് എന്താ വില? 15 പൈസ. 10 പൈസക്ക് കിട്ടുന്ന സോഡ ഉണ്ടോ? ഇല്ലല്ലോ. ആട്ടെ, ഈ പഴത്തിന് എന്താ വില? 17 പൈസ. 10 പൈസക്ക് എന്തെങ്കിലും കിട്ടുമോ? ബീഡി കിട്ടും. ബീഡി ഞാൻ വലിക്കില്ലല്ലോ. ഗ്രീൻ ലാൻഡ്സ് ഹോട്ടൽ. ദോശയുണ്ട്, മാസയിലെ കിടയാ. കൂൾ ഡ്രിങ്ക്സ് സീക്രം കൊടുക്കുക. തരയാ, ചുമ്മാ കത്താതി. സാറിങ്ങ 5 കാശ് എക്സ്ട്രാ ആവും. സാർ உங்களுக்கு என்ன വേണം? ഇതെന്നാ കൂൾ ഡ്രിങ്ക്സ്? ഇത് ക്യാമ്പ. വല്ലാത്ത നിറം, കാണാൻ പോലും കൊള്ളത്തില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? 2 ഇഡ്ലി, 2 പ്ലേറ്റ് സാമ്പാർ. 2 പ്ലേറ്റ് സാമ്പാർ വേഗം. കൈപ്പോ മധുരം പുളിപ്പ് നാട്ടു കുത്തയ. കാപ്പി കൊണ്ടുവന്നോ? കുറച്ചുകൂടെ സാമ്പാർ കൊണ്ട് തരാമോ? സാമ്പാർ കുടിക്കാനാണോ അങ്ങോട്ട് പോകുന്നത്? ആ, ഇപ്പൊ ഇത് കഴിക്ക്, വേണമെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് തരാം. ഐസ് വാട്ടർ. ബ്രിഡ്ജ് കേടായി കിടക്കുക. ദേ പച്ചവെള്ളം ഇതിനകത്തുണ്ട്, ഇത് കുടിച്ചാൽ മതി. 75 പൈസ. കാശില്ലാത്ത എന്തിനാണ് തിന്നാൻ വന്നത് ഹോട്ടലില്? നാളെ കൊണ്ടുതരാം സാറേ. നാളെ കൊണ്ടുതരാം. എന്താ ഉറപ്പ്? നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ? ഞാറ്റുകാരല്ല സാറ്, അത് വേറെ ആളെപ്പാரு. കാലിലെ പൂവച്ചവനാവും അവங்கிட்ட പോയി ചെല്ലു. ഞാറ്റുകാരെ സഹായിക്കാൻ വന്നാലേ ഗോൾനാഥ് വന്നാലും ഞാൻ ചീട്ടൊക്കെ ഇപ്പ. ഞാനൊക്കെ പറഞ്ഞ വാക്ക് പാലിക്കും സാർ. പാലിക്കും പാലിക്കും. മണി പ്ലേറ്റിൽ കൈ കഴുകാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ? കഴിയിപ്പോ എന്ത് ചെയ്യാൻ? ഓരോരുത്തരും കുറ്റിയും പറിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, ബാക്കിയുള്ളവനെ ശല്യപ്പെടുത്താൻ. വേറെ ഒരു തൊഴിലും ഇല്ല. മണി, നിന്റെ ആളെ ഉള്ളേ കൊണ്ടുപോ. 80 കാശിക്ക് സാപ്പിട്ടിട്ട് തകുந்த മാതിരി വേല വാങ്ങി വെളിയില്ല. ഞാനിപ്പ ബക്കറ്റ് എടുത്തുകൂടെ പോ. അവിടെ എന്താ തകരാറ്? കാപ്പി കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ രക്ഷപ്പെടുന്നു. മാനേജർ വിടുവോ? അവനൊന്ന് തിന്നതൊക്കെ ദയിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് വിടും. അതെങ്ങനെ? അവൻ തിന്ന ഓരോ പൈസയ്ക്കും 5 ബക്കറ്റ് വെള്ളം കോരിപ്പിക്കും. കാശില്ലാതെ ഇവന്മാരൊക്കെ എന്താ ഈ ഹോട്ടലിൽ കയറി വരുന്നത്? ബില്ല്. കാപ്പി ചായ ഒന്നും വേണ്ട, ബില്ല്. $25 പൈസ എണ്ണി വാങ്ങിക്കുന്നു. വയറിന്റെ ഒരു മൂല പോലും നടന്നിട്ടില്ല. വേറെ വേണോ? 25 പൈസ. പാക്കറ്റ് ഇപ്പിടി കാമിച്ചാ എപ്പിടി? 25 പൈസ കൂടെ പോക്കറ്റിൽ ഒട്ട. കാശ് കീഴെ വീണ് കൊച്ചാ? അതെ സർ. താൻ മലയാളിയാണല്ലേ? തന്നെ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം. താൻ കാശ് കീഴെ വീഴുന്നു പോയിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ?
സാർ എനിക്ക് കള്ളത്തരം കാണിച്ച് പരിചയമില്ല സാർ. സത്യമായിട്ട് കാശ് കീഴെ വീണു പോയത്. കണ്ട ഒരു കള്ളന്റെ ലക്ഷണമൊന്നുമില്ല. ഞാൻ കള്ളനല്ലോ സാർ, പാവമാണ്. 10 പൈസയ്ക്ക് പോലും വഴിയില്ലാത്തൊരു പാവമാണ് സാർ. ഞാൻ പണക്കാരായിരുന്നെങ്കിൽ ഈ പോക്കറ്റിലെ ഓട്ടിട്ട് മറക്കുമായിരുന്നു സാർ. കിണർ എവിടെയാ സാർ? ബക്കറ്റ് എടുത്ത് വരാൻ പറയണം സാർ. ഞാൻ 25 പൈസയ്ക്ക് തിന്നിട്ടുണ്ട്. 25, 5, 125 ബക്കറ്റ് ഒറ്റയടിക്ക് വരണം സാർ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കോരി തന്നാൽ മതിയോ സാർ? അതെ, വെള്ളം പോലല്ലാതെ വേറെ എന്തെങ്കിലും പണി എന്നാ ചെയ്യോ? തീർച്ചയായും സാർ. 5 മാസമായി ഞാനൊരു ജോലിക്ക് വേണ്ടി തെണ്ടുകയാണ് സാർ. ശരി, ഇതിനു മുമ്പ് സപ്ലൈ ജോലി ചെയ്ത് പരിചയമുണ്ടോ? സപ്ലയർ ജോലിക്ക് എന്തിനാ സാർ മുൻ പരിചയം? ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ചോദിക്കും ഇതെപ്പോ ഉണ്ടാക്കിയാണെന്ന്. 4 ദിവസം പഴക്കമുള്ള സാധനമാണെങ്കിലും ഇതാ ഇപ്പൊ ഉണ്ടാക്കിയാണെന്ന് കളവ് പറഞ്ഞാ പോരെ? നിനക്ക് എന്തായിരുന്നു ജോലി? എന്താ എന്താ പേര്? മനോഹരൻ, കെ മനോഹരൻ. മനോഹരൻ, കെ മനോഹരൻ. സദാശിവ, ഇയാളെ കൊണ്ടുപോയി ക്ലാർക്കിന്റെ അടുക്ക പറഞ്ഞ് രജിസ്റ്റർ പേര് എഴുതാൻ പറയൂ. ശരി സാർ. അങ്ങനെ അഭിനയിച്ച് കാശുകാരനായി ചെക്ക് ബുക്കും പെന്നും പോക്കറ്റിലിട്ട് നടക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഇപ്പൊ ബിൽ ബുക്കും പെൻസിലും പോക്കറ്റിലിട്ട് നടക്കുന്നു. എടാ, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചതിന് ശേഷം ഒരു നല്ല കാലം വരും. നിനക്കും ഒരു നല്ല കാലം വരും. ആ, അതിരിക്കട്ടെ, നിന്റെ അമ്മയ്ക്ക് സുഖമാണോ? അതെ, അമ്മ വിളമ്പി തരുന്ന എന്തോറും തൈരും തന്നെ നമ്മൾ സുഖമായി കഴിയുന്നു. ഒരു അത്യാഗ്രഹങ്ങളും ഇല്ലാതെ. സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. നീ എപ്പോഴാ വീട്ടിലോട്ട് വരുന്നത്? ഒഴിവ് കിട്ടിയാലോ നിന്റെ അഡ്രസ്? ഹോട്ടലിന്റെ മുന്നിൽ 5-ാം നമ്പർ ബസ് എടുത്ത് നേരെ ചെന്ന് കുളത്തിലാണോ? കുളത്തില് ടാങ്കിൽ ഇറങ്ങി നേരെ ഇടത്തോട്ട് പോയിട്ട് വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് പോയിട്ട് നാടാർ സ്ട്രീറ്റ്. ഇത് കേട്ടാ തോന്നി എന്റെ കൂടെ നടന്നു വരാൻ പോവാണ്. ടാക്സിയിൽ വരുന്നത് ഡ്രൈവറോട് പറഞ്ഞാൽ മതി നാടാർ സ്ട്രീറ്റ്. അവിടെ വന്ന് ഇറങ്ങുക. അവിടെ കാണുന്ന ഏറ്റവും ചെറിയ വീടിന്റെ എന്താണ് മുഖത്തെറിയുന്നവര് സാധനം കൊണ്ടുവയ്ക്കുന്നത്? ഈ മേശപ്പുറമാണ് നിങ്ങളെ മുഖം. മദ്രാസിൽ വണ്ടി ഇറങ്ങിയ പിള്ളേർക്കെല്ലാം 2 നാവാ. ആട്ടെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? തനിക്ക് എന്താ അത്ര തിടുക്കം? ആ ശരി, കൂൾ ഡ്രിങ്ക്സ് എന്നിട്ട്? റോസ് മിൽക്ക് വേണ്ട. ബദാം കീർ വേണ്ട. ബട്ടർ മിൽക്ക് വേണ്ട. ലൈം ജ്യൂസ് വേണ്ട. ലസ്സി ലസ്സി உங்களுக்கு என்ன வேணுமா? கிட்ட வந்து கேளுங்கோ. നിങ്ങളായിരുന്നു ഇവിടെ വന്ന പെണ്ണുങ്ങളാണെന്ന് ഇങ്ങോട്ട് നോക്കാതെ തന്നെ എങ്ങനെ മനസ്സിലാക്കി? അയാളുടെ നോട്ടം കണ്ടിട്ട് നായ ഇറച്ചി കഷ്ണം നോക്കുന്ന പോലെയല്ലേ അയാൾ നോക്കുന്നത്. ഇവിടെ വാടും. എന്തിനാ? കഴിക്കാൻ എന്തുണ്ട്? കൊണ്ടുവച്ച സാധനം തൊട്ട് നോക്കിയിട്ടില്ല. നോട്ടം വേറെ അല്ലേ ആയിരുന്നത്. നിർത്ത. മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാത്തൊരു മക. നാട്ടുകാരുടെ ഓട്ടം നിറച്ച് നമ്മൾ കയറി വരുന്നേ. ഇവന്മാരെ പെരുമാറ്റം കണ്ടാൽ വലുതാ. കണ്ടോ മാം, എല്ലാ ഇവന്മാരല്ല ഇങ്ങനെ സപ്ലൈ പിള്ളേർ. മാന്യന്മാരെ നമ്മൾ എങ്ങനെ കയറി വരാൻ സാധിക്കും? വരാതിരിക്കുന്നതാണല്ലോ. ശരി ശരി, എന്റെ മോനാണ് നീ കാണട്ടെ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? മസാല ദോശയോ? എന്റെ ശത്രുക്കൾക്ക് പോലും ഈ ഹോട്ടലിലെ മസാല ദോശ ഞാൻ കൊടുക്കില്ല. അത്രയ്ക്ക് മോശമാണോ? തിന്നുമ്പോ മോശമൊന്നുമല്ല, പക്ഷെ വയറ്റി ചെല്ലുമ്പോ. ഇതാരെന്ന് മനസ്സിലായോ? മനസ്സിലായി. വീടുണ്ടായിട്ടും ഇവിടെ വന്ന് കല്ലും മണ്ണും തിന്നണമെന്ന് തലയിലെടുത്തുള്ളവൻ. അതെ, ചൂടായിട്ട് എന്താ ഉള്ളേ? മദ്രാസി അല്ലേ, ഇവിടെ എന്തോ എപ്പോഴും ചൂടായിട്ട് കിട്ടും. ഒരു മസാല ഉണ്ടോ? മസാലയുണ്ട്, പക്ഷെ പൂരിയില്ല. ഇനിയും ഉണ്ടാക്കും. എപ്പോ? ഉച്ചയ്ക്ക് ശേഷം. അതെ, സമയം ഒരുപാടായല്ലോ. നിങ്ങളുടെ പേര് രാധ എന്നാണോ? അതെ. രാധ. പോടുന്നത് സാധാ സ്പെഷ്യൽ. ഈ അയാളുടെ വാചകടിയിൽ വീഴുന്ന പോലെ ഉണ്ടല്ലോ. അയാളുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അല്ലെങ്കിൽ ഈ ഹോട്ടലിലെ സപ്ലയർമാരല്ല എങ്ങനെയാണ് വാചകടിച്ചു വീഴ്ത്തും. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. കുടിക്കാനുണ്ട്. ജ്യൂസ്.
നിങ്ങളെ പോലുള്ളവർ കൈ കഴിഞ്ഞ് സഹായിച്ചാലേ ഞങ്ങളെ പോലുള്ളവർക്ക് മുൻപോട്ട് വരാൻ കഴിയും. എന്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. ഒരു കാശ് കൊടുത്ത് സംസാരിക്കാം. അങ്ങോട്ട് മോളെ, ഹോട്ടലിന്റെ 4 അയലത്ത് പോലും വരില്ലെന്ന് വീരവാദം മുഴക്കിയിട്ട് പിന്നെന്താ ഇന്ന് വന്നത്? എന്നാ വീട്ടിലെ ടിഫിൻ ഒന്നും ആക്കിയിട്ടില്ല. ഈ കാഞ്ചന നേരത്തെ വന്നു. ഇവിടെ ഇനി ഹോട്ടലിന് വല്ലതും കഴിച്ചിട്ട് പോന്ന് പറയാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വന്നല്ലോ, ഇനി വേഗം വല്ലതും കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക്. നീ ഇവർക്ക് ബില്ലെഴുതാൻ തുടങ്ങുകയാണോ? അതെ സാർ, 2 സാധാ സ്പെഷ്യൽ, 2 ഗ്രേപ്പ് ജ്യൂസ്, 4 രൂപ 50 പൈസ. അത് മനസ്സിലായി. ഇവർക്ക് ബില്ലെഴുതണ്ട. ഒരു കാശ് കൊണ്ടുവന്നു. മണ്ട, ഇവളാണ് നിനക്ക് ശമ്പളം തരുന്നത്. ഇവരെല്ലോ തന്ന സാറല്ലേ? എടാ, എന്റെ മോളാണിത്.